രതിനിർവേദം പത്മരാജൻ്റെ അല്ല, യക്ഷി മലയാറ്റൂരിൻ്റെയും. സത്യമാണ്. 1978 ഭരതൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ രതിനിർവേദവും അതിന് കൃത്യം 10 വർഷം മുമ്പ് തോപ്പിൽ ഭാസി തിരക്കഥയൊരുക്കിയ യക്ഷിയും പ്രേക്ഷകരുടെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമകളാണ്. പി പത്മരാജൻ്റെയും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെയും നോവലുകളെ ആധാരമാക്കിയാണ് ഈ രണ്ട് ചിത്രങ്ങളും പിറവിയെടുത്തത്. ഇരു സിനിമകളും ശ്രദ്ധേയമായതോടെ അതിനാസ്പദമായ നോവലുകളും കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ആദ്യം പത്മരാജനിൽ നിന്ന് തുടങ്ങാം. സാഹിത്യത്തിലും സിനിമയിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച, മലയാള സിനിമാ തിരക്കഥയുടെ ഗന്ധർവൻ എന്ന് കാലം വിശേഷിപ്പിച്ച മഹാപ്രതിഭയാണ് പി പത്മരാജൻ. 1970കളിലാണ് പത്മരാജൻ പാമ്പ് എന്ന പേരിൽ ഒരു ലഘു നോവൽ എഴുതുന്നത്. കുങ്കുമം വാരികയിലേക്കാണ് അദ്ദേഹം ഈ രചന അയച്ചു കൊടുക്കുന്നത്. കുങ്കുമത്തിൻ്റെ അന്നത്തെ എഡിറ്റർ വൈക്കം ചന്ദ്രശേഖരൻ നായർക്ക് പാമ്പ് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അക്കാലത്ത് കുടുംബ പ്രേക്ഷകർ ധാരാളമുള്ള കുങ്കുമത്തിൽ പാമ്പ് പോലെ അല്പം എരിവും പുളിയും കൂടിയ നോവൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. തൊട്ടടുത്ത ടേബിളിലിരുന്ന കേരള ശബ്ദത്തിൻ്റെ എഡിറ്റർ KS ചന്ദ്രനോട് ചന്ദ്രശേഖരൻ നായർ തൻ്റെ ആശങ്ക പങ്കുവച്ചു. ഒരു നല്ല നോവൽ കിട്ടിയിട്ടുണ്ട്. ഒരു കൗമാരക്കാരൻ്റെ കൗതുകങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. പക്ഷേ കുറച്ച് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് കുങ്കുമത്തിൻ്റെ വായനക്കാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല. തൻ്റെ സംശയത്തോടൊപ്പം നോവലും അദ്ദേഹം KS ചന്ദ്രന് കൈമാറി. നോവൽ വായിച്ചു നോക്കിയ KS ചന്ദ്രന് പത്മരാജൻ്റെ പാമ്പ് ഇഷ്ടമായി. വ്യത്യസ്തമായ ഇതിവൃത്തം, മികച്ച അവതരണം. ഇത് ഞാൻ കേരള ശബ്ദത്തിൽ കൊടുത്തോളാം എന്ന് പറഞ്ഞ അദ്ദേഹം നോവലിൻ്റെ പാമ്പ് എന്ന പേര് മാറ്റി പകരം രതിനിർവേദം എന്ന പേര് നൽകി. രചനയുടെ ആത്മാവിനെ തൊടുന്ന പുതിയ പേരുമായി രതിനിർവേദം താമസിയാതെ കേരള ശബ്ദത്തിൽ അച്ചടിമഷി പുരണ്ടു. പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചപ്പോഴും സിനിമയായപ്പോഴും KS ചന്ദ്രൻ നൽകിയ ആ പേര് പത്മരാജൻ സന്തോഷത്തോടെ തന്നെ നിലനിർത്തി. രതിനിർവേദം. ജയഭാരതിയും കൃഷ്ണചന്ദ്രനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച രതിനിർവേദം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറി. വർഷങ്ങൾക്ക് ശേഷം TK രാജീവ്കുമാറിൻ്റെ സംവിധാനത്തിൽ ശ്വേതാ മേനോനെ നായികയാക്കി രതിനിർവേദത്തിൻ്റെ റീമേക്കും പുറത്തിറങ്ങി. യക്ഷിയുടെയും മലയാറ്റൂരിൻ്റെയും കഥ മറ്റൊന്നാണ്. 1960കളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ ഹോട്ടലിൽ താമസിക്കുകയാണ്. തൊട്ടടുത്ത മുറിയിൽ വയലാർ രാമവർമ്മയുമുണ്ട്. രാത്രി കുശലം പറഞ്ഞിരിക്കുന്നതിനിടെ താൻ പുതിയതായി എഴുതിയ മുഖം എന്ന നോവൽ മലയാറ്റൂർ വയലാറിന് വായിക്കാൻ കൊടുക്കുന്നു. അന്ന് രാത്രി തന്നെ വയലാർ നോവൽ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കുന്നു. രാത്രി 1:30 മലയാറ്റൂറിൻ്റെ റൂമിൽ ചെന്ന് നോവൽ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഒരു നിർദ്ദേശവും. മുഖം എന്ന പേര് അത്ര പോരാ. നോവലിൻ്റെ പേര് യക്ഷി എന്ന് മാറ്റിയാൽ കൂടുതൽ നന്നാകും. പറയുന്നത് കൈരളിയുടെ കാവ്യ സൗന്ദര്യമായ സാക്ഷാൽ വയലാർ രാമവർമ്മയാണ്. മലയാറ്റൂറിന് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. വയലാർ നിർദ്ദേശിച്ച യക്ഷി എന്ന പേരിൽ തന്നെ നോവൽ പുറത്തിറങ്ങി. വളരെ വേഗം യക്ഷി പ്രശസ്തയായി. പിന്നീട് തോപ്പിൽ ഭാസി തിരക്കഥ എഴുതി മലയാറ്റൂരിൻ്റെ യക്ഷിയെ അപ്രപാളിയിലെത്തിച്ച് അനശ്വരയാക്കി. KS സേതുമാധവനായിരുന്നു സംവിധായകൻ. സത്യനും ശാരദയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നന്ദി.